നയിക്കുന്നത് മുസ്ലിം ലീഗ് ആണ് എന്ന ഒരു ആക്ഷേപം കൂടി അദ്ദേഹം ഉന്നയിച്ചു. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനമാണ് കേരളത്തിലെ UDF. അദ്ദേഹത്തിനൊന്നും മറുപടി പറയാൻ ഞാനില്ല. അദ്ദേഹം ആർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് നിങ്ങൾ നോക്കിക്കോളൂ. അദ്ദേഹം ഓരോ ദിവസവും സംസാരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്, അതിനെ ഓൺ ചെയ്യുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്. അദ്ദേഹം മലപ്പുറത്തെ മുസ്ലിങ്ങളെ കുറിച്ച് അധിക്ഷേപിച്ച് സംസാരിച്ചു. അദ്ദേഹം പാലായിലെ ക്രിസ്ത്യാനികളെ കുറിച്ച് അധിക്ഷേപിച്ച് സംസാരിച്ചു. എന്നിട്ട് പിറ്റേ ആഴ്ച അദ്ദേഹം ഗുരുദേവന്റെ പതിപ്പാണെന്ന് പറഞ്ഞാൽ ഗുരുദേവൻ അങ്ങനെയായിരുന്നു. ഗുരുദേവനെ അവമാനിക്കണം. ദേവി, ഇത് ശ്രീനാരായണ ഗുരുദേവൻ ഇന്ന് ചതയ ദിനം കൂടിയാണ്. ഗുരുദേവനെ ആരും അപമാനിക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അദ്ദേഹത്തോട് വഴക്കിടാനും പോയിട്ടില്ല. ഞാൻ പറഞ്ഞു ഗുരു എന്താണ് പറഞ്ഞത് അതിന് വിരുദ്ധമായിട്ടാണ് സംസാരിക്കുന്നത് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇപ്പോഴും എന്റെ പരാതി അതേ ഉള്ളൂ. അല്ല, അതൊക്കെ അതിനെന്താ പ്രശ്നം? അത് SNDP യൂണിയൻ എന്ന് പറയുന്നത്, SNDP എന്ന് പറയുന്നത് ഒരു വലിയ പ്രസ്ഥാനമല്ലേ? ശ്രീനാരായണ ഗുരുദേവനാൽ സ്ഥാപിതമായ സംഭവം. ഞാൻ ശ്രീനാരായണീയനാണ്. ഞാൻ ശ്രീനാരായണന്റെ ആദർശങ്ങളിൽ വിശ്വസിക്കുന്ന, അദ്ദേഹത്തിന്റെ ദർശനങ്ങളിൽ വിശ്വസിക്കുന്ന ശ്രീനാരായണീയനാണ് ഞാൻ പോവുമെല്ലാം എടുത്തു. അത് അവിടെ ആ സ്ഥാനത്ത് ആരിയിരിക്കുന്നു എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല.